ലോകത്തിലെല്ലാവരും എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എനിക്കാരെങ്കിലും ഒരു നന്മ ചെയ്യണം, എനിക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ വേണ്ടി ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ നന്നായിരുന്നു എന്നാണ്. എങ്കിൽ നന്മ പ്രതീക്ഷിക്കുക മാത്രമല്ല, നന്മ ചെയ്യുവാനും നമ്മൾ മനസ്സുള്ളവരായിരിക്കണം എന്നതാണ് സത്യം. കർത്താവിൻ്റെ സ്നേഹത്തിൽ, കർത്താവിൻ്റെ സമീപനത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ആ ചിന്ത കർത്താവിനുണ്ടായിരുന്നു. കർത്താവിൻ്റെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും എല്ലാം പിറന്നത് നന്മ ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അരക്ഷിതരായവരെ, അശരണരായവരെ, സമൂഹം തള്ളിക്കളഞ്ഞവരെ, കുഷ്ഠരോഗികളെ, പാപികളെ, കുരുടർ, മുടന്തർ എന്നിങ്ങനെ ആർക്കും വേണ്ടാത്തവരെ മാറോട് ചേർത്ത് പിടിച്ച് അവർക്ക് അത്ഭുതങ്ങളാൽ വിടുതൽ കൊടുത്തത് കർത്താവിൻ്റെ പ്രശസ്തിക്കു വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ നാമം പ്രസിദ്ധമാകുവാനോ അല്ലായിരുന്നു. അതെല്ലാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നുള്ള ആ സ്നേഹ വിചാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നമ്മൾ നന്മ ചെയ്യാൻ യോഗ്യതയുള്ളവരാണ്. സാമ്പത്തികമായി, ശാരീരികമായി സമയം ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത് ആ ചെയ്യേണ്ട സമയത്ത്, ചെയ്യേണ്ട വ്യക്തിക്ക് തക്ക സമയത്ത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യാം, മറ്റുള്ളവരുടെ നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.